DGPയുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2006 സുപ്രീം കോടതി വിധിയും 2018 സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കൊടുത്ത ഡയറക്ഷനും കൃത്യമായി പാലിച്ചുകൊണ്ട് 2 വർഷം കാലാവധിയുള്ള IPS റാങ്കിലുള്ള ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ ലിസ്റ്റ് കേന്ദ്രത്തിന് അയക്കുകയും UPSC അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാ പരിശോധനയും നടത്തി ഒരു 3 അംഗങ്ങളുടെ ലിസ്റ്റ് തിരിച്ചയക്കുകയും ആ ലിസ്റ്റിൽ നിന്ന് ഗവൺമെന്റിന് നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള പവർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നിയമപരമായിട്ടുള്ള നിയമനമാണ് നടന്നത്. അതിൽ രണ്ടാമത്തെ പേരുകാരനാണ് ശ്രീ റാവഡെ, R ചന്ദ്രശേഖരൻ എന്നുള്ള റാവഡെ. ആദ്യത്തെ പേരുകാരൻ നമ്മളെല്ലാം ആദ്യം ചർച്ചയിൽ പറഞ്ഞ പോലെ നിതിൻ അഗർവാളാണ്. മൂന്നാമത്തെ ആൾ ലോകേഷ് ഗുപ്തയാണ്. ഇത് മന്ത്രിസഭ കൃത്യമായി പരിശോധിച്ച് അവരുടെ മെറിറ്റും മറ്റു യോഗ്യതയും മറ്റു കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് തന്നെയുള്ള ശരിയായിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തത്. ഇവിടെ അദ്ദേഹത്തിനെതിരെ കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജുഡീഷ്യൽ കമ്മീഷൻ നടത്തിയ പരാമർശത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ആ കേസിന്റെ ഭാഗമായിട്ട് അന്വേഷണം നടക്കുമ്പോൾ ഹൈക്കോടതി ഇടപെട്ട് ആ കേസ് റദ്ദാക്കുകയും ചെയ്തു. ആ ജുഡീഷ്യൽ കമ്മീഷന്റെ പാരഗ്രാഫ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള പരാമർശം ഞാൻ വായിക്കാം. സംഭവത്തിന് 2 ദിവസം മുമ്പ് മാത്രം ചുമതലയേറ്റ പരിചയസമ്പന്നനല്ലാത്ത ജൂനിയർ IPS ഓഫീസർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ചെറിയ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും അവ പൊറുക്കാവുന്നതാണെന്നും എൻ്റെ അഭിപ്രായമെന്നും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മേൽ ഏതെങ്കിലും കുറ്റം ചുമത്താൻ ഒരു കാരണവും കാണുന്നില്ല എന്നതാണ് ജുഡീഷ്യൽ കമ്മീഷൻ തന്നെ പറഞ്ഞത്. അതായത് കമ്മീഷന്റെ റെക്കമെൻഡേഷനിൽ ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ ഉള്ള നിർദ്ദേശം ഉണ്ടായിരുന്നില്ല. പിന്നീട് കേസ് വന്നു, അവസാനം ഹൈക്കോടതി അത് റദ്ദ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അവിടെ കൃത്യമായി വെടിവെക്കാൻ ഉത്തരവ് കൊടുത്തത് ഹക്കീം ബത്തേരി എന്നുള്ള DYSP ആണെന്നും അതുപോലെ തന്നെ വെടിവെക്കാനുള്ള അനുവാദം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയത് കളക്ടറും സബ് കളക്ടറും ADM-ഉം അല്ല, മറിച്ച് അത് ഒരു ഡെപ്യൂട്ടി കളക്ടറാണെന്നും അതിൻ്റെ ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ടിലും മറ്റ് വ്യക്തമാണ്. അതിനുശേഷം കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകുന്നു. സംസ്ഥാനത്ത് തന്നെ വിവിധങ്ങളായിട്ടുള്ള IG അടക്കമുള്ള പ്രധാനപ്പെട്ട പദവി വഹിച്ചിട്ടുണ്ട്. ആ സർവീസിന്റെ ഭാഗമായിട്ട് വേറെ ഒരു തരത്തിലുള്ള ആരോപണങ്ങളും മറ്റു കാര്യങ്ങളും കേൾക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകുമ്പോഴും സംസ്ഥാന പോലീസിന്റെ ഭാഗമായിട്ടിരിക്കുമ്പോഴും നല്ല രൂപത്തിൽ തന്നെ പ്രവർത്തിച്ച് നിരവധി തരത്തിലുള്ള അംഗീകാരം കിട്ടിയ ഒരു വ്യക്തി എന്ന രൂപത്തിൽ നിയമപരമായിട്ടുള്ള നിയമനം മാത്രമാണ് നടത്തിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും അന്ന് CPM-ന്റെ നേതാവ് എന്ന രൂപത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച സഖാവ് പിണറായി വിജയന്റെ അടിയന്തര പ്രമേയം പോലും ഇന്ന് പൊതുസമൂഹത്തിൽ വ്യക്തമാണ്. ആ പ്രമേയം അവതരിപ്പിച്ചത് 1995 ജനുവരി 30-നാണ്. അതിൽ പോലും കൃത്യമായിട്ട് ആ കൂത്തുപറമ്പ് സംഭവവുമായി ബന്ധപ്പെട്ടുള്ള A to Z കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. അതിൽ കുറ്റാരോപിതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരാണ്, വെടിവെക്കാൻ ഉത്തരവ് കൊടുത്തത് ആരാണ്, വെടിവെച്ചത് ആരാണ്, ലാത്തി ചാർജിന് നേതൃത്വം കൊടുത്തത് ആരാണ്, എല്ലാം കൃത്യമായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഒന്നും തന്നെ ഇവിടെ റാവഡെ ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശം പോലും അതിലില്ല. അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും സംരക്ഷിക്കാനോ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുകയോ കൂത്തുപറമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള വെടിവെപ്പും 6 പേരുടെ രക്തസാക്ഷിത്വം മറന്നുകൊണ്ടുള്ള തീരുമാനം എടുക്കലോ അല്ല. നിയമപരമായി ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഏറ്റവും മെറിറ്റുള്ള ആളുകൾ UPSC തന്നെ നിർദ്ദേശിക്കുന്ന ലിസ്റ്റിൽ നിന്ന് നിയമനം കൊടുക്കുക എന്നതാണ്. അതിൽ ഒരു തരത്തിലുള്ള മറ്റു പരിഗണനയും സംസ്ഥാന ഗവൺമെന്റ് ചെയ്തിട്ടില്ല.